വിനായകനിൽ നിന്നും പോലീസ് ഓഫീസറിൽ നിന്നും അതെല്ലാം നമ്മൾ പ്രതീക്ഷ. പക്ഷേ വിനായകനോ കറക്റ്റ് മീറ്റർ പിടിച്ച് പോകുമ്പോൾ അതങ്ങനെ ആയിരുന്നു പ്ലാനിങ് ആയിരുന്നു. ആ ഒരുപാട് ഇമോഷൻസ് ഉള്ളിൽ സപ്രസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ്. ഒരുപാട് കൈൻഡ് ഓഫ് വെറി ഉള്ളിലുള്ള, എന്നാൽ അതിനെ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു കഥാപാത്രമാണ്. പതുക്കെ അതിന്റെ ഡീറ്റെയിലിംഗ് പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ചതാണ്. പിന്നെ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പോലീസുകാരായിട്ടുള്ള ആൾക്കാരിലൊക്കെ ഇതുപോലത്തെ കഥാപാത്രങ്ങളെ കാണാറുണ്ട്. അവരിങ്ങനെ അവരുടെ ഇന്നർ കോൺഫ്ലിക്ട്സിനെ പറ്റിയല്ല പറയുന്നത്, ഈ പെരിഫറൽ ഈ കാണിക്കുന്ന പരിപാടിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്ന സാധനമാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഓരോ പിന്നെ ഇപ്പം സുപ്പീരിയർ ഓഫീസറോട് സംസാരിക്കുന്ന രീതിയുണ്ട്, പിന്നെ കൂടെ ഉള്ള ആളോട് സംസാരിക്കുന്ന രീതിയുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സാധാരണക്കാരോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിൽ തന്നെ അവരെന്തെങ്കിലും മറച്ചു വെക്കുന്നു എന്ന് തോന്നിയാൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഇതിലൊക്കെ സബ്റ്റിലായിട്ടുള്ള വേരിയേഷൻസ് വരുത്തി തന്നെയാണ് പോയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്ത് അറിയാൻ പറ്റും. ഈ നടപ്പിലും എടുപ്പിലും എല്ലാം പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സിനിമയിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് ശീലിച്ചിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളുമായിട്ട് പിന്നെ കമ്പയർ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെയല്ലല്ലോ പോലീസ്, ഇങ്ങനെയല്ലല്ലോ എന്നുള്ള ഒരു വരുന്നത്. സൂപ്പർ കോപ്പാണല്ലോ നമ്മള് സാധാരണ സിനിമകളിൽ കാണിക്കുന്നത്. അപ്പൊ അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ അച്ഛൻ SHO ആയിട്ട് പല സ്റ്റേഷനിൽ ഇരിക്കുന്നു. അച്ഛന്റെ സൗഹൃദത്തിൽ പല SHOമാർ വരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഈ നിക് നെയിം ചിരട്ട പേരുകളിൽ അറിയുന്നു, അവരുടെ ഡിറ്റക്റ്റീവ് എഫിഷ്യൻസിയെ പറ്റിയിട്ട് പറയുന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ വീട്ടിൽ വന്ന് സംസാരിക്കുന്ന കൂട്ടത്തില്